പൊതുവിനോദങ്ങൾക്കായി പൊതു കളിക്കളമില്ല എന്നതാണ് കോട്ടയം നഗരവാസികളുടെ തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങളിലൊന്ന്. അക്ഷരനഗരിയുടെ കായിക ഭൂപടത്തിൽ തല ഉയർത്തി നിന്ന നെഹ്റു സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലാണ്. സ്റ്റേഡിയം വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ കായിക പരിശീലനത്തിനെത്തിയാൽ അത് നടക്കില്ല. ഒന്നുകിൽ വെള്ളക്കെട്ട്, അതുമല്ലെങ്കിൽ കാട് കയറിയ പരിസരം, അതുമല്ലെങ്കിൽ പരിപാടികൾക്കിട്ട പന്തൽ, ഇതെല്ലാം കായിക പരിശീലനത്തിന് തടസ്സം നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം. 9 ഏക്കർ വിസ്തൃതമാണ് കോട്ടയം നാഗമ്പടത്തെ നെഹ്റു സ്റ്റേഡിയം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കടക്കം വേദിയായ ഇടം. എന്നാൽ കേരളത്തിലുടനീളം മികച്ച സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയപ്പോഴും നെഹ്റു സ്റ്റേഡിയത്തിന് ശാപമോക്ഷമുണ്ടായില്ല. ഗ്രൗണ്ട് തകർന്നത് മാത്രമല്ല, ഗ്യാലറിയും ചേർന്നുള്ള കടകളുമെല്ലാം വിണ്ടുകീറി ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. പന്തൽ നിർമ്മാണത്തിനും മറ്റും വാഹനങ്ങൾ കയറുന്നത് മൂലം പലയിടത്തും കുഴികൾ രൂപപ്പെട്ടു. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായും ഇവിടെ മാറും. നെഹ്റു സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ മൂലം നഗരത്തിലെ സ്വകാര്യ കോളേജ് ഗ്രൗണ്ടിനെ ആശ്രയിച്ചാണ് താരങ്ങളുടെ പരിശീലനം. പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് താരങ്ങളുടെയും പരിശീലകരുടെയും വാക്കുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തെ കായിക താരങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് തന്നെ പറയാം. കാരണം കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു കായിക താരത്തിനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഓൾ ഇന്ത്യ ടൂർണമെൻറ്റുകളും ഇൻ്റർവാഴ്സിറ്റി ടൂർണമെൻറ്റുകളുമൊക്കെ നടന്ന നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം ആര് കാണണം എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികൾ വേണം അതിന് വേണ്ട നടപടികൾ എടുക്കാൻ. പക്ഷേ കോട്ടയം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും നല്ല സ്റ്റേഡിയങ്ങൾ വന്നു. പക്ഷേ കോട്ടയത്തോട് മാത്രം ആരും ഒരു നീതി കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ മഴ വന്നാൽ പോലും ഭയങ്കര ഇതായിട്ട് കിടക്കും. പിന്നെ മഴ വന്നു പറഞ്ഞ് പുല്ല് വളരും, അത് വെട്ടാനും ആരും വരത്തൊന്നുമില്ല. പിന്നെ ആ ഗ്രൗണ്ട് അങ്ങനെ കടന്നു പോകും. ആരുടെയാണോ അവർ വന്ന് നോക്കുന്ന പോലുമില്ല. അത് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു സ്ഥലം പോലെ ആൾക്കാർ സൂക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവർക്കിടയ്ക്ക് വന്ന് വെള്ളം അടിക്കാനും ചുമ്മാ ആർക്കെങ്കിലും 2 കപ്പിൾസിന് വന്ന് കുട പിടിക്കാനുള്ള സ്ഥലം പോലെ ഇവിടുത്തെ നാമ്പടം ഗ്രൗണ്ട് എല്ലാവരും കാണുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റുവാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഞങ്ങൾക്ക് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ പോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയാൽ അത് അങ്ങനെയൊക്കെ മാറ്റി ഗ്രൗണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറേ സ്ഥലം കിട്ടിയാൽ കോട്ടയത്തിനൊരു പൊതു കളിയിടം അത് വേണമെന്നാണ് നാട്ടുകാരും കായിക പ്രേമികളും ഒരുപോലെ പറയുന്നത്. ആര് ഭരണത്തിൽ വന്നാലും നെഹ്റു സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണം വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.